മഹാരാഷ്ട്ര മന്ത്രിയും ബി.ജെ.പി. നേതാവുമായ നിതേഷ് റാണ അടുത്തിടെ നടത്തിയ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പരാമർശം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. ഇ.വി.എം. കാരണം തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇ.വി.എം. എന്നാൽ എവരി വോട്ട് അഗെയിൻസ്റ്റ് മുല്ല അഥവാ ഓരോ വോട്ടും മുല്ലക്കെതിരെ എന്നാണ് എന്നുമായിരുന്നു നിതേഷ് റാണയുടെ പരാമർശം. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എതിരാളികൾ ഇ.വി.എമ്മിനെ വിമർശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ നിതേഷ് റാണയ്ക്കെതിരെ കേന്ദ്രമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിങ്ങളും നമ്മുടെ സ്വന്തമാണെന്ന് NDA ഘടകകക്ഷി റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ തലവനും കേന്ദ്ര സാമൂഹിക ക്ഷേമ സഹമന്ത്രിയുമായ രാംദാസ് അത്തവാലെ പറഞ്ഞു. രാജ്യം ഭരണഘടനയ്ക്കനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. മുസ്ലിങ്ങളെ ഇത്തരത്തിൽ നിരന്തരം ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം. നിതേഷ് റാണെ മഹാരാഷ്ട്ര മന്ത്രിയാണ്. അദ്ദേഹം നടത്തിയത് തെറ്റായ പ്രസ്താവനയാണെന്നും ഇത്തരം സംഗതികൾ ആരും പറയാൻ പാടില്ലെന്നും അത്തവാലെ പറഞ്ഞു. റാണയുടെ പ്രസ്താവന ഞെട്ടിപ്പിക്കുന്നതാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP-യുടെ പ്രതികരണം. സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന പാഠം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. മതമാണ് ദേശീയതയുടെ അടിസ്ഥാനമെന്ന് വാദിച്ചവർ പാകിസ്ഥാനുമായി പോയി. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടിയതെന്നാണ് അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്. എല്ലാവർക്കും വേണ്ടിയുള്ള രാഷ്ട്രം സൃഷ്ടിക്കുമെന്നും എല്ലാവർക്കും വേണ്ടിയുള്ള ഭരണഘടന തയ്യാറാക്കുമെന്നും എല്ലാവരും ഇവിടെ തുല്യാവകാശങ്ങളോടെ ജീവിക്കുമെന്നും ഗാന്ധിജി പറഞ്ഞു. മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മറ്റേത് ജാതി വിഭാഗങ്ങളോ ആയാലും ഏതെങ്കിലും പ്രത്യേക സമുദായത്തെ എടുത്തു പറയുന്നത് തെറ്റാണ്. നമ്മളെല്ലാം ഇന്ത്യയിൽ തുല്യാവകാശങ്ങളുള്ള പൗരന്മാരാണ്. അതിലൂടെ മാത്രമേ രാജ്യത്തിന് പുരോഗതിയുള്ളൂ എന്നും തരൂർ ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്രയിലെ സംഗ്ലിയിൽ നടന്ന ഹിന്ദു ഗർജന സഭ എന്ന പേരിലുള്ള ചടങ്ങിലായിരുന്നു നിതേഷ് റാണയുടെ പുതിയ വിവാദ പരാമർശം. എന്തിനാണ് നമ്മുടെ എതിരാളികൾ ഇ.വി.എമ്മിനെ ചൊല്ലി ബഹളം വയ്ക്കുന്നത് എന്നറിയാമോ? ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യുന്നത് അവർക്ക് ദഹിക്കുന്നില്ല. എപ്പോഴും ഇ.വി.എമ്മുകളെ ആക്ഷേപിക്കുകയാണ്. അവർക്ക് ഇ.വി.എമ്മിന്റെ അർത്ഥം അറിയില്ല. ഏതു പശ്ചാത്തലത്തിലാണ് അടുത്തു നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്തതെന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഇ.വി.എം. എന്നാൽ എവരി വോട്ട് അഗെയിൻസ്റ്റ് മുല്ല എന്നായിരുന്നു നിതേഷ് റാണയുടെ ആ വിവാദ പരാമർശം. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ തങ്ങൾക്ക് മുസ്ലിം വോട്ട് വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ മുസ്ലിങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ചു പോയിട്ടില്ല, നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഇത്തവണ ഹിന്ദുക്കൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. അവരാണ് തങ്ങളെ വിജയിപ്പിച്ചതെന്നും നിതേഷ് റാണ പറഞ്ഞു. നേരത്തെ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചും നിതേഷ് റാണ വിവാദം സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു കേരളത്തിനെതിരെയുള്ള പാകിസ്ഥാൻ പരാമർശം. ഇവിടെയുള്ള ഭീകരവാദികളാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്തതെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. പരാമർശം വിവാദമായപ്പോൾ വിശദീകരണമായി ബി.ജെ.പി. നേതാവ് രംഗത്തെത്തി. കേരളത്തിലെ ഹിന്ദുക്കളുടെ മതപരിവർത്തനത്തെക്കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചുമാണ് താൻ പറഞ്ഞതെന്നായിരുന്നു നിതേഷ് റാണയുടെ ന്യായീകരണം.